ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ആൻഡ്രൂസ്. എല്ലാവർക്കും മാഡ് ആൻഡ് ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു PVC കൊണ്ട് നല്ല അടിപൊളി ട്രൈപോഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ വളരെ എളുപ്പമാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ഓൾ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ കമന്റ് സെക്ഷനിൽ തീർച്ചയായും ഒരു കമന്റ് രേഖപ്പെടുത്തും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇത്രയും പൈപ്പുകളാണ്. നമുക്ക് 1 ഇഞ്ചിൻ്റെ ഒരു പൈപ്പും ബാക്കിയെല്ലാം 1/2 ഇഞ്ചിൻ്റെ പൈപ്പുമാണ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ 1/2 ഇഞ്ചിൻ്റെ പൈപ്പ് ഞാൻ ഏകദേശം 80 സെൻറ്റിമീറ്റർ 3 ഒരേ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ഇഞ്ചിൻ്റെ പൈപ്പിൽ ഞാൻ ഈ കാണുന്നത് പോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊന്ന് ഇതേ രീതി ഈ മാർക്കിംഗ് ഉള്ള ഭാഗത്ത് നമ്മളൊന്ന് കണ്ടിച്ചെടുത്തിട്ട് ഇത് പുറത്തോട്ട് വന്ന രീതിയിൽ നമുക്ക് ചൂടാക്കി ഒന്ന് നിവർത്തിയെടുക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ കത്തി ചൂടാക്കി ഇതുപോലെ നമുക്കൊന്ന് കണ്ടിച്ചിറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പുറത്തോട്ട് നിവർത്തിയെടുക്കണം. അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക ലൈറ്റർ ഉപയോഗിച്ച്. അങ്ങനെ 3 നമ്മളൊന്ന് ചൂടാക്കി ഇതുപോലെ നമ്മൾ നിവർത്തിയെടുക്കണം. അങ്ങനെ നമുക്ക് 3ൻ്റെയും ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ 3 അങ്ങനെ പുറത്തോട്ട് നിവർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നിവർത്തി എടുത്ത ഇതിലോട്ട് നമുക്ക് 1/2 ഇഞ്ച് PVC കയറാൻ രീതിയിൽ നമുക്ക് ഇതുപോലെ ഒരു പൊഴി ഇട്ട് കൊടുക്കണം. ഈ മാർക്ക് ചെയ്തേക്കണ പോലെ അങ്ങനെ 3ൻ്റെയും ഇതുപോലെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുത്ത് അതിലോട്ട് നമ്മൾ നെട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യാൻ വേണ്ടിയാണ്. 3ൻ്റെയും കട്ട് ചെയ്തെടുക്കാം. 3 നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കയറുന്ന രീതിയിൽ നമ്മൾ രണ്ടിലും കൂടി നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ആ ഹോളിൽ കൂടെ നമുക്ക് നെട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ. അങ്ങനെ നമ്മൾ 3ൻ്റെയും ഇതുപോലെ നമ്മൾ നെട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഈ 3 കാലുകൾക്ക് ഒരു സ്റ്റേ എന്ന രീതിയിൽ നമുക്ക് ആ കാലുകൾ വന്ന രീതിയിലുള്ള അവിടെ നമ്മൾ 1 ഇഞ്ച് പൈപ്പിൽ നമ്മൾ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. അത് നമുക്ക് കട്ട് ചെയ്തെടുത്ത് നമുക്ക് പുറത്തോട്ട് നിവർത്തി എടുക്കണം. അങ്ങനെ 3ൻ്റെ നമ്മൾ അതിൻ്റെ നേരെ വന്ന ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടാക്കി ഒന്ന് പുറത്തോട്ട് നിവർത്തി എടുക്കണം ഇതുപോലെ. അങ്ങനെ 3 കാലുകൾക്ക് നേരെ വരുന്നത് നമുക്ക് ഇതുപോലെ ഒന്ന് നിവർത്തി എടുക്കണം. ഈ രീതിയിൽ നമ്മൾ 3 കാലിന് നേരെ വരുന്നത് നമ്മൾ ഇതുപോലെ ചൂടാക്കി നിവർത്തി പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് ഓരോ സ്റ്റേ കൊടുക്കുന്നത്. അതിനുവേണ്ടി നമ്മളൊരു PVC നിവർത്തി എടുത്തത് ഈ ഒരു ഏകദേശം 12 സെൻറ്റിമീറ്റർ നീളത്തിൽ ഏകദേശം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു PVC നമ്മൾ ഇതുപോലെ ഒന്ന് വളച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ രീതിയിൽ നമ്മൾ ഇങ്ങനെ നിവർത്താനും അടയ്ക്കാനും പറ്റുന്ന ഒരു സെറ്റപ്പിൽ അതിനുവേണ്ടി നമ്മൾ നെട്ടും ബോൾട്ടും ഇട്ട് ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒരു 3 നമുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ 3 നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. 1/2 ഇഞ്ച് പൈപ്പിൽ നമ്മൾ ഈ കാണുന്നത് പോലെ നമ്മൾ ഇതുപോലെ ഒന്ന് നിവർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഓരോ ഹോളും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ സാധനം ഇതിലോട്ട് വെച്ച് കൊടുക്കുക. അത് നമ്മൾ നെട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്താൽ നല്ല ഇത് മടക്കാവുന്ന സെറ്റപ്പിലും നിവർത്താവുന്ന സെറ്റപ്പിലും നമുക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നെട്ടും ബോൾട്ടും ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ബോൾട്ടും കൂടെ ഇട്ട് കൊടുക്കുക. നമുക്ക് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ താഴത്തും ഇതുപോലെ നമുക്ക് നെട്ടും ബോൾട്ടും ഇട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ 3 കാലിലും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ നെട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 3ൻ്റെയും ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിവർത്താൻ പറ്റുന്ന സെറ്റപ്പ്. ഇനി നമുക്കൊന്ന് നിവർത്തി വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ നിവർന്നിരിക്കും. അതിനുശേഷം നമുക്കൊന്ന് പെയിൻ്റ് അടിച്ച് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ. ഇനി നമുക്ക് വേണ്ട 1/2 ഇഞ്ചിൻ്റെ പൈപ്പാണ്. ഈ 1/2 ഇഞ്ചിൻ്റെ പൈപ്പ് നമ്മൾ ഈ കാണുന്നത് പോലെ നമുക്ക് ഇറക്കി ഇടണം. അപ്പോൾ ഈ കാണുന്നത് പോലെ നമുക്ക് ഇതിലൂടെ ഇറക്കാം. പക്ഷേ ഇത് ഭയങ്കര ലൂസായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കത് ടൈറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ 1/2 ഇഞ്ചിൻ്റെ പൈപ്പ് ഒരു ശകലം പീസ് ഇതുപോലെ കണ്ടിച്ചെടുത്തിട്ട് നീളത്തിലും വട്ടത്തിലും ശകലം മുറിച്ചിങ്ങനെ എടുക്കുക. അപ്പോൾ നമുക്ക് ഇതിലൂടെ ശകലം നിവർത്തിയ ശേഷം നമുക്ക് ആ 1 ഇഞ്ച് PVC-ലോട്ട്, അതായത് നടുക്ക് നിൽക്കുന്ന PVC-ലോട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി അതിലൂടെ നമുക്ക് 1/2 ഇഞ്ച് PVC താഴത്തോട്ട് ഇറക്കുവാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളും. നമുക്ക് പ്രത്യേകിച്ച് ലൂസൊന്നും വരികയില്ല. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് MCL വേണം. അപ്പോൾ MCL ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 ഈക്വൽ എമൗണ്ട് എടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു നെട്ടും അതുപോലെ തന്നെ ഒരു അടപ്പ് വേണം വേണ്ടത്. ആ അടപ്പിൽ നമ്മൾ ഇതുപോലെ നെട്ട് കയറാൻ പാകത്തിന് നമ്മൾ ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തെടുക്കുക. ഇത് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പാകത്തിന് നമ്മൾ MCL നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന MCL ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. ഒട്ടും തന്നെ അത് ലൂസ് വരാതിരിക്കാൻ വേണ്ടി, അതായത് വെറുതെ ഇരുന്ന് കറങ്ങാൻ പാടില്ല, നല്ല രീതിയിൽ ടൈറ്റായിട്ടിരിക്കണം. ആ രീതിയിൽ വേണ്ടി MCL ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ചേർക്കാം. അങ്ങനെ നമ്മൾ ചെയ്തു വെച്ച സാധനം നമ്മൾ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഇതിലൂടെ നല്ല രീതിയിലൊന്ന് ടൈറ്റാക്കി നമുക്ക് ഫിറ്റ് ചെയ്യാം. നേരെ നിൽക്കാൻ പാകത്തിന് വേണം. നമുക്ക് ഉണങ്ങി കഴിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പരമാവധി നമ്മൾ നേരെ നിർത്തണം. ഇനി നമുക്ക് വേണ്ട ഇതുപോലത്തെ ഒരു റിങ്ങാണ്. ഇത് ഞാൻ ബക്കറ്റിൻ്റെ വക്കൊക്കെ ആയിരുന്നു, അപ്പോൾ പൊട്ടിപ്പോയൊരു ബക്കറ്റ് ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ കണ്ടിച്ചെടുത്താണ്. അല്ലെങ്കിൽ നമുക്കൊരു കാർബണിൻ്റെ പീസിൽ നമുക്ക് ഇതുപോലെ നമുക്കൊരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാൻ മതി. ഇത് നമുക്ക് LED വെക്കാൻ വേണ്ടി, അതായത് നമുക്ക് സ്റ്റിക്കർ ലൈറ്റ് ഒട്ടിക്കുകയാണ്. അപ്പോൾ സ്റ്റിക്കർ ലൈറ്റ് ഒട്ടിക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി ഒരു ഫ്രെയിം വേണം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് ബക്കറ്റിൻ്റെ ആയതുകൊണ്ട് അവിടെ ഒരു ഹോളുള്ളതാണ്. അപ്പം അകത്ത് നല്ല രീതിയിൽ ഒരു പൊള്ള പോലെയാണ്. അപ്പോൾ നമ്മൾ നെറ്റിടുക, ആ നെറ്റിൽ നമ്മൾ മുറുക്കി വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ടൈറ്റായിട്ടിരിക്കണമെങ്കിൽ MCL വെച്ച് നല്ല രീതിയിൽ നമുക്കൊന്ന് അകത്തൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെറ്റിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് പിഴിച്ച് കൊടുത്ത് ശേഷം നല്ല രീതിയിലൊന്ന് സെറ്റായിട്ടിരിക്കാൻ പാകത്തിന് നമുക്ക് ഉണക്കാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഈ നമ്മളെടുത്തേക്കണ സ്റ്റിക്കർ ലൈറ്റ് ഈ രീതിയിൽ നമുക്ക് റൗണ്ടിൽ നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ റൗണ്ടിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ റൗണ്ടിൽ ഇത് മൊത്തം നമ്മൾ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിനകത്തുള്ള നെറ്റ് അഴിച്ച ശേഷം നമ്മൾ ഇതിനകത്തും വെച്ച നെറ്റ് ഒന്നായതുകൊണ്ട് നമുക്ക് ഇതിലൂടെ നൈസായിട്ട് വെച്ച് മുറുക്കി കൊടുക്കാം. നമ്മൾ നല്ല രീതിയിൽ മുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഒരേപോലത്തെ 2 പേനാമ്പൊടിയാണ്. അത് നമുക്ക് പകുതിക്ക് വെച്ച് ഒന്ന് കണ്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ രണ്ടും കണ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കമ്പി നമുക്ക് വേണം. ആ കമ്പിയാണ് ഈ കാണുന്ന പോലെ നമുക്ക് വളച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പേനാമ്പൊടിയുടെ ഈ രീതിയിൽ നിൽക്കുന്ന രീതിയിൽ നമുക്കൊന്ന് സെറ്റായിട്ട് എടുക്കണം. അതിനുവേണ്ടി നമുക്ക് MCL വെച്ച ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് ഫിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ MCL അകത്ത് വെച്ച് നല്ല രീതിയിൽ ഈ കമ്പി നമ്മൾ ആ പേനയുടെ ബോഡി നല്ല രീതിയിൽ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനേക്കാൾ ഇച്ചിരൂടെ ലൈറ്റായിട്ടുള്ളൊരു കമ്പിയും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമ്മൾ പേനയുടെ രണ്ടിൻ്റെയും ബോഡി ക്യാപ്പ് അഴിച്ചു വെച്ച ശേഷം നമ്മൾ ഇതുപോലെ കമ്പി നമ്മൾ വളച്ചെടുത്തിട്ടുണ്ട് ഈ കാണുന്ന രീതിയിൽ. അപ്പോൾ ഈ കമ്പി ആണെങ്കിൽ അകത്ത് നമുക്കിങ്ങനെ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലുള്ള മെക്കാനിക്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ആ ക്യാപ്പ് ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊരു സ്പ്രിങ് 2 വേണം. അപ്പോൾ ആ 2 സ്പ്രിങ്ങും
നമ്മൾ ചില 5 രൂപയുടെ പേനയിലൊക്കെ കാണുന്ന സ്പ്രിങ്ങാണ്. അപ്പോൾ ആ സ്പ്രിങ് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം ഈ സ്പ്രിങ് നമുക്ക് വിട്ടുപോരായിരിക്കാൻ നമുക്ക് ആ കമ്പിയുടെ അറ്റത്ത് എന്തെങ്കിലും ഒരു തടസ്സം പോലെ നമുക്ക് ചെയ്യണം. തടസ്സം പോലെ എന്തെങ്കിലും നിൽക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയ ഒരു വയറിൻ്റെ തൊലിയൊക്കെ നമ്മൾ നൈസായിട്ട് വെച്ച് കൊടുത്താൽ ഫെവിക്വിക്ക് വെച്ച് നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്പ്രിങ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. അല്ലെങ്കിൽ റീഫില്ലറിൻ്റെ ഒരു ശകലം കണ്ടിച്ചെടുത്താലും നമുക്കത് സെറ്റ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഇത് രീതിയിൽ സ്പ്രിങ് നമുക്ക് ഇതിൻ്റെ ആ കമ്പിയുടെ അപ്പുറത്തോട്ട് പോകരുത്, അത്രേ നമുക്കുള്ളൂ. അപ്പോൾ ഇനി നല്ല രീതിയിൽ ചെയ്ത ശേഷം നമുക്ക് ആ ഇതിലൂടെ കയറ്റി വെച്ച് നമുക്ക് നല്ല രീതിയിൽ ആ ക്യാപ്പ് അങ്ങ് ഇട്ട് കൊടുത്താൽ നമുക്ക് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസം നമുക്ക് ശരിയായി കിട്ടും. നമുക്കൊരു ചെറിയ കഷ്ണം PVC നമ്മൾ നിവർത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ രീതിയിലൊന്ന് ഫെവിക്വിക്ക് കൊണ്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു പീസ് PVC കൂടെ വേണം. നമ്മൾ PVC ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് പകുതി അത്രയും ഭാഗം കണ്ടിട്ട് ഒരു സ്ഥലത്ത് മുഴുവനായിട്ടും എന്ന രീതിയിൽ നമ്മൾ PVC കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വെക്കുന്ന ആ മൗണ്ടിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി, അപ്പോൾ നെട്ടും ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഹോൾ ഇട്ടെടുക്കണം അതിന് വേണ്ടി. അങ്ങനെ നമ്മൾ ഈ രീതിയിൽ നമ്മൾ നെട്ടും ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മൂടിന് അതിന് പാകത്തിനുള്ളൊരു അടപ്പ് നമ്മൾ എടുക്കണം. ഇപ്പോൾ ശകലം ലൂസാണ്, സാരമില്ല, നമുക്ക് MC വെച്ച് കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രൈപോഡ് ഉപയോഗിച്ചേക്കുന്ന നെറ്റിൽ ആ നെറ്റിൻ്റെ അതേ ആ അളവിലുള്ള ഒരു ബോൾട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ അതിന് അടിയിലായിട്ട് നമ്മൾ അതേ ഭാഗത്തിനൊരു ഹോൾ വേണം, നെറ്റ് കയറി പോകാൻ ഭാഗത്തിന്. ഈ രീതിയിൽ നമ്മൾ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നെറ്റ് കയറാൻ ഭാഗത്തിന് ഹോൾ ഇട്ട ശേഷം നമ്മൾ ആ ബോൾട്ട് വെച്ച് കൊടുത്ത ശേഷം MC നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ നമ്മൾ നെറ്റ് നേരെ നിൽക്കുന്ന ഇത് വേണം, ബോൾട്ട് നേരെ നിൽക്കുന്ന രീതി വേണം നമുക്ക് ഫില്ല് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മളിത് ട്രൈപോഡിലോട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ വളഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമുക്ക് നെറ്റ് നല്ല രീതിയിൽ മുറുക്കിയ ശേഷം നമുക്ക് നല്ല രീതിയിൽ ഈ MC ഇതുപോലെ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. കാരണം ആ നെറ്റ് ബോൾട്ട് വെറുതെ അതിൽ കിടന്ന് കറങ്ങില്ല. അപ്പോൾ ഈ നെറ്റിന് വരെ നമ്മൾ അതിനകത്ത് ട്രൈപോഡിൽ വെച്ചിരിക്കുന്ന നെറ്റിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി. അപ്പം ആ ബോൾട്ട് മാത്രം അവിടെ നല്ല ഉറപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ രീതി ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഉണക്കുന്നതിന് മുമ്പ് നമ്മുടെ മൗണ്ടിലോട്ട് ഇത് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. കാണുന്ന പോലെ നല്ല ടൈറ്റായിട്ടിരിക്കാൻ മരത്തിന്. അപ്പോൾ ആ മിച്ചുള്ള സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ നമുക്ക് തേച്ച് നല്ല രീതിയിലൊന്ന് സെറ്റാക്കി എടുക്കാം. ഇനി നമുക്കൊന്ന് ഉണക്കാൻ വെച്ച കൂട്ടത്തിൽ തന്നെ നല്ല രീതിയിൽ നമ്മൾ പെയിൻറ്റും അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നെട്ടൊന്ന് അഴിച്ചെടുത്ത് നമ്മുടെ ട്രൈപോഡിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ കാണുന്നത് പോലെ നമ്മൾ അതിൻ്റെ അകത്ത് ബോൾട്ട് ഉള്ളതുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് തിരിച്ചു കൊടുത്താൽ മാത്രം മതി. നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വയർ LED സിഗർ ലൈറ്റിൻ്റെ വയർ നമുക്ക് ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ഈ PVC നമുക്കൊരു ഹോൾ ഇട്ട് ആ വയർ അതുവഴി ഇട്ട് നമുക്ക് അടിവഴി വയർ വെച്ചാൽ, അല്ലെങ്കിൽ ആ മെനേഡായിട്ട് വയർ ഇങ്ങനെ കിടക്കണതാണ്. അപ്പോൾ ഇത് നമുക്ക് നേരെ കണക്ട് ചെയ്ത് കൊടുക്കാം. കാണുന്നത് പോലെ അതിപ്പോൾ പോസിറ്റീവും നെഗറ്റീവും എന്ന രീതിയിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സെല്ലോ ടേപ്പ് ഒട്ടിക്കണം, ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ. പിന്നെ നമുക്ക് ഇതാണ് 12 വാട്ട് അഡാപ്റ്ററാണ് നമ്മളിത് കണക്ട് ചെയ്തേക്കണം അടിവഴി വെച്ച്. അപ്പോൾ നമുക്കൊന്ന് കുത്തി നോക്കാം. ഒരു കണക്ടർ വെച്ചാണ് നമ്മൾ കണക്ട് ചെയ്തതാണ്. നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ